ഇപ്പോൾ താങ്കൾ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ കൂടിയാണ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വളരെ വലിയ ചാലഞ്ചസ് ഉണ്ടാകുമ്പോഴും അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ആളുകളാണ്. ഇപ്പോൾ BJPയുടെ കാര്യത്തിലാണെങ്കിൽ BJP പലതരത്തിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, നോക്കൂ, എന്നെ ഈ ബിസിനസ്മാൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ എന്ത് ബേസിസിലാണ്. ബിക്കോസ് ഞാൻ ഒരു കാലത്തൊരു ബിസിനസ്സും ഓൺട്രപ്രണർ ആയിരുന്നു. അതിനായിട്ട് ഞാനൊരു 2014-15 കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബിസിനസ്സിലും ഒന്നുമില്ല. എൻ്റെ എല്ലാവരും മതി എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അതല്ലാണ്ട് ഞാൻ ഒരു ആക്റ്റീവ് കമ്പനി നടത്തുക ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ബിസിനസ്മാൻ ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആയിരുന്നു അല്ല, എനിക്കങ്ങനെ അതിലൊരു എക്സിക്യൂട്ടീവ് റോളൊന്നുമില്ല. ഞാനത് ജൂപ്പിറ്റർ ക്യാപിറ്റലിൽ ഞാനൊരു ഷെയർ ഹോൾഡർ ആണെന്നല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിലൊരു ചെയർമാൻ ആണോ, ഞാൻ ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, മാനേജിംഗ് ഡയറക്ടർ ആണോ, അല്ല. അപ്പോൾ ആയിരുന്നു. ഞാൻ ഇന്ന് ബിസിനസ്മാൻ അല്ല. ഞാൻ 18 കൊല്ലം രാജ്യസഭയിൽ വന്നത് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടല്ല. ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത് പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലവർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പക്ഷേ താങ്കളെ കുറിച്ച് കേരളത്തിലുള്ള പെർസെപ്ഷൻ അങ്ങനെയാണ്. ആ പെർസെപ്ഷൻ മാറ്റിയെടുക്കാൻ താങ്കൾ എന്ത് കാര്യമായിരിക്കും, എന്ത് മെസ്സേജ്? ഞാൻ എൻ്റെ പെർസെപ്ഷൻ മാറ്റാൻ ഞാൻ അങ്ങനെ വലിയൊരു അധ്വാനിക്കാൻ പോകുന്നതല്ല. ഞാൻ പറയുന്നത് ചെയ്യും. ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണ്, NDA ഇവിടെ വന്നിരിക്കുന്നത് കേരളയിൽ ഒരു മാറ്റം കൊണ്ടുവരാനാണ്. ഞങ്ങൾക്ക് ഈ കേരളയിൽ മാറ്റാൻ ഒരു ആഗ്രഹമുണ്ട്, കഴിവുണ്ട്. 11 കൊല്ലം നരേന്ദ്രമോദിജി 2014 ഇന്ത്യയിൽ നിന്ന് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി. ഇന്ത്യ 2014 ഇപ്പോൾ കേരള 2025 ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ത്യ 2014 കേരള 2025 ഒരേ സമാനമാണ്. അതുകൊണ്ട് ഈ പൊസിഷൻ, കേരളത്തിൻ്റെ ഒരു എക്കണോമിക് ഫെയിലിയറിൻ്റെ പൊസിഷൻ, സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് പൊസിഷൻ, സീറോ തൊഴിൽ പൊസിഷൻ ഇത് മാറ്റി ഒരു പുതിയൊരു വികസിത് കേരളത്തിൻ്റെ പൊസിഷനിൽ കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു കഴിവ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് NDA ആണെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞങ്ങളുടെ മെസ്സേജ്. അതിൽ ഞാനൊരു 6 feet 4 inch ആണോ, ഞാനൊരു പഴയ ബിസിനസ്മാൻ ആണോ, എൻ്റെ കോൺഗ്രസ്സുകാർക്ക് എന്നെ ഇഷ്ടമാണോ, അതെല്ലാം അവർക്ക് പറയാൻ എന്തെങ്കിലും വേണ്ട, അത് ചെയ്യും. അത് ഞാനതിൽ എന്തിനാ ഇന്റർഫിയർ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ റൂളിംഗ് ഒരു പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണുള്ളത്. അപ്പോൾ BJP ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടില്ല. പക്ഷെ കേരളത്തിന്റെ കാര്യങ്ങൾ ഓരോ കാര്യത്തിലും വികസിക്കണമെങ്കിൽ BJPക്ക് ഇതിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ അവിടെ നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ ഉള്ളപ്പോൾ? അല്ല, ഞാൻ ഇന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം. കേരളയ്ക്ക് മാറ്റം വേണം. അതിപ്പോൾ ജനങ്ങൾക്ക് വേണം. അത് ഞാൻ മാത്രമല്ല പറയുന്നത്, എല്ലാവരും പറയുന്നുണ്ട്. കേരളയ്ക്ക് മാറ്റം വേണം. അത് മാറ്റം കൊണ്ടുവരാൻ ആർക്കാണ് കഴിവ്? അത് NDAക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അധികാരത്തിൽ വരണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സ്പീച്ചിൽ പ്രവർത്തകരോട് പറഞ്ഞു, നമുക്ക് മാറ്റം കൊണ്ടുവരണം മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് അധികാരം പിടിക്കണം, നമുക്ക് അധികാരത്തിൽ വരണം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കണം. അക്കോർഡിംഗ് ടു മീ, എൻ്റെ മനസ്സിൽ NDA ആണ് ശരിക്കൊരു ഓൾട്ടർനേറ്റ് പൊളിറ്റിക്കൽ ഫോർമേഷൻ. ബിക്കോസ് LDFും UDFിലും ഇക്കണോമിക് ഐഡിയോളജിയോ ഗവർണൻസ് ഐഡിയോളജിയിലോ അവർ രണ്ടാളും ഒരു വ്യത്യാസമില്ല. അവർ 70 കൊല്ലത്തിൻ്റെ ഗവർണൻസിൻ്റെ കാരണമല്ല നമ്മൾ ഈ സ്ഥിതിയിലായിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഓൾട്ടർനേറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജി, ഓൾട്ടർനേറ്റ് ഇക്കണോമിക് ഐഡിയോളജി ഈ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളയ്ക്ക് വേണമെങ്കിൽ അത് NDA ആണ് ശരിക്കും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. അതാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പോട്ട് മാത്രം വെക്കില്ല, അതിന് ഒരു കമ്പറ്റീറ്റീവ് പൊളിറ്റിക്സും അത് എലക്ഷൻ ജയിക്കാൻ ഉള്ള സ്ട്രാറ്റജിയും അതെല്ലാം ഞങ്ങൾ ചെയ്യും.